ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും കിട്ടാത്തത് കൊണ്ടും പിന്നെ സമയം ഇല്ലാത്തത് കൊണ്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഇന്നലെ എൻ്റെ ക്ലാസ്സസ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ നേരത്തെ വീട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി എന്തെങ്കിലും മൂവി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആക്സിഡൻ്റലി ചൂസ് ചെയ്തതാണ് കേരള സ്റ്റോറീസ്. എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ട്രോളും അതിനെപ്പറ്റി ഒരുപാട് കേസും കാര്യങ്ങളും എല്ലാം കണ്ടതാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്താണെന്ന് അറിയാനായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ നാട്ടുകാർ ആ മൂവിനെ ട്രോൾ ചെയ്യുന്നത്. അതിൽ പറയുന്ന പല കാര്യങ്ങളും സത്യമേ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു വലിയ മൂവി ക്രിട്ടിക്കോ അല്ലെങ്കിൽ മൂവി റോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ പെർസ്പെക്റ്റീവിൽ ആ മൂവി കണ്ടപ്പോൾ എന്താ തോന്നിയതെന്ന് ഞാനിവിടെ പറയുന്നത്. സോ ആസ് ഈ മൂവിയിൽ നമ്മൾ പറയുവാണെങ്കിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മല്ലു ഗേൾസിനെയൊക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ അവർ പിടിച്ചിട്ടിട്ടുണ്ട്. ലൈക്ക് ദേ നറേറ്റ് ദിസ് മല്ലു ഗേൾസ് ആസ് എ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ ബേസ്ലെസ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചിന്തിക്കാനോ ഒന്നും കഴിവില്ലാത്ത ഒരു മണ്ടി പെമ്പിള്ള എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ് ഇതിൽ അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ മനസ്സിലായിട്ടില്ല. പിന്നെ അവർ പറയുന്നത് എവിടെ പോയാലും തലയിൽ മുല്ലപ്പൂവും വച്ചുകൊണ്ട് നടക്കുന്ന മല്ലു ഗേൾ, അങ്ങനെ ഒരു ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ല. കാരണം നമ്മൾ കാണുന്ന നമ്മുടെ നാട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരുപാട് പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള പെൺകുട്ടികളുള്ള നാടാണ് നമ്മുടെ നാട്. അതിനെയൊക്കെ ഒരു അവിയിൽ പരുവത്തി അങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് ഇവർ. പിന്നെ ഒരു ഇസ്ലാമോഫോബിയ, ലൈക്ക് ഇസ്ലാം മീൻസ് കമ്മ്യൂണിറ്റീനെ ഒരുപാട് ഞാൻ അന്നത്തെ ടൈമിൽ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അറിയാം ചിലർ വന്നിട്ട് യു ഷുഡ് വാച്ച് ദിസ് മൂവി ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി യു ക്യാൻ എവർ വാച്ച്ഡ് അബൌട്ട് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാപ്ഷൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മൂവി ചിലർ കണ്ടിട്ട് വിശ്വസിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നാണ്. ഇങ്ങനെയല്ല നടക്കുന്നത് എന്നവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കൊടുക്കണം. എനിക്ക് മൂവി കണ്ടപ്പോൾ മനസ്സിലായത്, ഇപ്പം ഫോർ ആൻ എക്സാമ്പിൾ, ഈ നമ്പേഴ്സോ ഈ എക്സാക്റ്റ് കാര്യമൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു എബ്രോഡുള്ള ഒരു വ്യക്തി ഈ മൂവി കാണുകയാണെന്ന് വെച്ചോ. മൂവി കാണുമ്പോൾ അവർ വിചാരിക്കും ഇന്ത്യയിലെ സൗത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത്. അല്ലാണ്ട് അവർ പോയിട്ട് ഇതിൻ്റെ എക്സാക്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബിക്കോസ് ദേ ആർ സെയിങ് ദാറ്റ് ദിസ് ഇസ് ട്രൂ മൂവി ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻസ് എന്നല്ലേ. അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൂവി എടുത്ത ആൾക്കാരോട് നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട കേരളത്തിനെ ഇങ്ങനെ ആക്കിയതെന്ന് മനസ്സിലായില്ല. വിശ്വസിക്കുന്നുണ്ടോ ഇത്രയും വലിയ നമ്പർ ഓഫ് ആൾക്കാർ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്ത് IS-ലൊക്കെ ആക്കിയെന്ന്? ഈ നമ്പേഴ്സ് തന്നെ ഒരു ഭയങ്കര ഒരു കള്ളത്തരമല്ലേ പറയുന്നത്. ഇങ്ങനെ നടന്നിട്ടില്ലെന്നല്ല പറഞ്ഞത്. ദർ ഇസ് സം വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ പോയിട്ടുള്ളത്. അത് ഇവർ പറയുന്ന 32,000 അങ്ങനെ എന്തൊക്കെയാ പറയുന്നത്. അതൊക്കെ എന്ത് ബ്ലണ്ടേഴ്സ് ആണ്. ഒരു മൂവീനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് അതിനെ ബേസ് ചെയ്ത് കുറേ ഇങ്ങനെ എന്താ പറയാനാ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാക്കുന്നത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. ലൈക്ക് മല്ലു പേഴ്സൺ ഐ എം വാച്ചിങ് ദിസ് മൂവി, I have to ask so much questions like why man, why you are really hating us, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വെറുക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്ന്. എന്തായാലും കേരള സ്റ്റോറി കണ്ടവർക്ക്, എൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കണ്ടവർക്ക് ഐ ആം സോ മച്ച് ഹാപ്പി ഫോർ യു. നിങ്ങളൊക്കെ വലിയ ധീരന്മാരാണ്. സോ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ മൂവി എങ്ങനെ ഇവർക്ക് എടുക്കാൻ പറ്റി എന്നൊരു വലിയ ഇതിലാണ്. കേരള സ്റ്റോറി. ഓ ശരി, ബൈ. ഇല്ല കൃഷ്ണന്തു വാ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ കൃഷ്ണന്തു? കൃഷ്ണൻ എവിടെയാ? തിരുവനന്തപുരം. അതെ, ഞാനത് കണ്ടായിരുന്നു. നീ ഇപ്പോഴാ കാണുന്നത്? ഞാൻ ഇന്നലെയാ കണ്ട്. ഞാന് 1.5 years മുന്നേ കണ്ടു. അതിന്റെ റോസ്റ്റിംഗ് ചുമ്മാ കണ്ടൊന്നും അല്ലാത്തത് കൊണ്ട് ഐ എം ഡൂയിങ് ദിസ് കണ്ടന്റ്. ഞാൻ ജോർജിന് എക്സാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ.
കൃഷ്ണൻ എന്ന ജോർജിയനാണ്. കൃഷ്ണൻ എന്ന ജോർജിയൻ പണ്ഡിതയാണ്. കൃഷ്ണന്റെ പറ കണ്ടിട്ടില്ലല്ലോ. കൃഷ്ണന്റെ അയ്യോ സക്കീലി എന്തുവായിരുന്നു ചെയ്താൻ പേരാണോ? പേര് തുക്കവൻ തക്വേലി സക്കീലി സക്കീലി ദാഗുവാരി. ദാഗുവാരി. മേവർ കൃഷ്ണൻ. കൃഷ്ണന്റെ പത്മകുമാരി വേർ. പത്മകുമാരി വേർ. ഓക്കെ. ആര്യ ദേവരജനി വേർ. സ്റ്റീരിയോടൈപ്പ് ആണ്. പക്ഷെ പർട്ടിക്കുലർലി ഒരു കമ്മ്യൂണിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇസ്ലാമോഫോബിയ അങ്ങനെയൊക്കെ വലുതായിട്ടൊന്നും പറയാനില്ലേ. ഒരുപാട് ഇനി റോസ്റ്റ് ചെയ്യാൻ അറിയുന്നുണ്ടോ? ഇനിയൊരു മനുഷ്യനും ഇല്ല. പക്ഷെ ഇന്നലെ ആണെങ്കിൽ ആക്സിഡന്റ് കണ്ട ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്തേലൊക്കെ ഒന്ന് പറയണോന്ന് അങ്ങനെ പറഞ്ഞു. അതെ. സാറ്റർഡേ ക്ലാസ്സില്ലാത്തവർക്ക് എന്തിരുന്ന് കാണാൻ കഴിയും. സോറി, ഇന്നലെ ഞാൻ എല്ലാ ക്ലാസ്സും ഫിനിഷ് ചെയ്തിട്ട് വന്നതാണ്. മൺഡേ തുടങ്ങണ്ടല്ലോ. മൺഡേ പിന്നെ നെക്സ്റ്റ് സൈക്കിൾ. പിന്നെ ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോ എന്താ അല്ല സോറി. അപ്പൊ ഓക്കെ, ഇത്രയും വരെ എത്തിയില്ലേ. നമ്മൾ കൊറേ മൂവീസിനെ ബേസ് ചെയ്ത് പറയല്ലേ. അപ്പൊ ചോദിച്ചു കൃഷ്ണന്റെ ഫേവറേറ്റ് മൂവി ഏതാ? ഒന്നുമില്ല. സീരീസ് ആക്ച്വലി ഡാർക്ക് എപ്പോഴാ 23 കണ്ടത്. ഞാൻ ഇങ്ങനെ പ്രോസസ് ചെയ്യായിരുന്നു. അത് എന്താ നിങ്ങൾ എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു വലിയൊരു സീരീസ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും പിടിച്ചെന്തേലും പറഞ്ഞാൽ ഞങ്ങൾ പറയരുത്. അതെ, നിങ്ങക്ക് ഭയങ്കര മനഃശക്തി വേണം. പിന്നെ മനസ്സിലാക്കി എടുക്കാനുള്ള. കാരണം ഫുള്ളൊരു ടൈം ടെസ്റ്റ് ആണത്. ഫുൾ ടെസ്റ്റിംഗ് ആണ്. ജർമ്മൻ സീരീസ് ആണ്. ജർമ്മൻ സീരീസ് പൊതുവെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ പ്രത്യേകിച്ച് ഡാർക്ക് ആണ്. പിന്നെ കുറച്ച് 18+ പിന്നെ എന്താ ഈ ഇയർ ആക്ച്വലി നല്ലതാണ്. സ്ട്രേഞ്ചർ തിങ്സ് ഫൈനൽ സീസൺ വരുന്നുണ്ട് 2 വോള്യൂം. ദെൻ വെനസ്ഡേ 2 വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് നല്ല മൂവീസും റിലീസ് ആവുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റല്ല മറന്നുപോയി. വൺ ഓഫ് അവർ ഫേവറേറ്റ് മൂവീസ് എവർ ബി ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർസ്റ്റെല്ലാർ ആണ്, ബൈ നോളൻ. അതൊരു ഭയങ്കര സംഭവം, ഭയങ്കര കിടിലം മൂവിയാണ്. നല്ല മ്യൂസിക്, നല്ല കഥ, വിത്ത് സയൻസ് ഫിക്ഷൻ ബേസസ്. ഗുഡ് തിങ്. അതെ, ഇപ്പോ സമയം ലൈക്ക് പണ്ടത്തെ പോലെ കിട്ടാറില്ല സീരീസ് ആണ്. പക്ഷെ എന്നാലും ടൈം ഒതുക്കി കാണുന്ന സീരീസ് ഇങ്ങനെയൊക്കെയാണ്. അവള് ബ്രിജിറ്റന്റെ ഭയങ്കര ഫാനാണ്. ഞാൻ ബ്രിജിറ്റന്റെ സീസൺ 4 വരുന്നുണ്ട്. അതിലെ സൈമണെ പോലെ ആരെങ്കിലും വരും എന്നും പറയാം. സൈമൺ വരും കൊണ്ടുപോകും. അതെ, പറയണോ? വേണ്ട വേണ്ട ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതെ, അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ ജോയിനിങ് മൈ. ബൈ.